കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മണലൂർ പാലാഴി ഭാഗത്ത് ഒരു ഷോർട്ട് ഫിലിം എൻ്റെ കൂട്ടുകാരുടെ കൂടെ അസിസ്റ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് അക്കരെ നിന്ന് വളരെ വളരെ ദൂരെ നിന്നിട്ടാണ് ഞാൻ ഈ റിസോർട്ട് ആദ്യമായിട്ട് കാണുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഈ റിസോർട്ടിൽ ഒരു ദിവസം താമസിക്കാൻ പോവാണ്. കുറേ കാലം മുമ്പ് ഞാൻ ആഗ്രഹിച്ചത് ഇതിൻ്റെ അകത്തൊന്ന് കയറി ഇത് മൊത്തമായിട്ടൊന്ന് കാണണമെന്ന് മാത്രമാണ്. പക്ഷേ ഇന്നെനിക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ഒരു ഭാഗ്യം, അത് ദൈവത്തിൻ്റെ കൃപ എന്നല്ലാണ്ട് എന്താ പറയുക. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ താമസിക്കാൻ പോണത്. വലതുകാല് വെച്ച് റിസോർട്ടിലേക്ക് കയറി. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ അവിടുത്തെ ആ ലോബിയും നല്ല ലക്ഷറി സോഫയും അവിടുത്തെ ഒരു സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ വളരെ ഹാപ്പിയായി. റൂംസ് റെഡി ആവണവരെ കുറച്ച് നേരം ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴേക്കും അവർ വെൽക്കം ഡ്രിങ്കൊക്കെ കൊണ്ടുവന്നു തന്നിട്ടാ. നല്ല ചിൽഡായിട്ടുള്ള വാട്ടർമെലൻ്റെ ഡ്രിങ്ക് ആയിരുന്നു. ഇന്ന് എൻ്റെ കൂടെ ഞാനും ദീപും അമ്മയല്ലാണ്ട് പാപ്പനും മേമയും വല്യമ്മയും ഒക്കെ ഉണ്ട്. ഇതിൽ പാപ്പനും മേമയും ഇന്ന് തിരിച്ചു പോകുന്ന പറയണേ. ലിഫ്റ്റിലേക്ക് കയറാൻ നേരമാണ് പെട്ടെന്ന് ഋഷി എന്നുള്ളൊരു വിളി കേട്ടത്. അത് ഈ സാറായിരുന്നു. ഇദ്ദേഹം ഇവിടുത്തെ ചെയർമാനാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ കാണാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കിടുങ്ങിപ്പോയി. മാത്രമല്ല അദ്ദേഹം ഒരു ദീപു ഫാൻ കൂടിയാണെന്ന് കേട്ടപ്പോൾ ദീപുവിനും ഭയങ്കര സന്തോഷമായി. എന്തായാലും റൂമിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് വരൂ, നമുക്കൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ളതിൽ ഏറ്റവും നല്ലൊരു മുറി തന്നെ അദ്ദേഹം ഞങ്ങൾക്കായിട്ട് അവരോട് പറഞ്ഞ് ശരിയാക്കി തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ 106ഉം 107ഉം ഞങ്ങളുടെ മുറികൾ. ഇതിവിടുത്തെ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന റൂമാണ്. 330 സ്ക്വയർ ഫീറ്റിൽ വളരെ വിശാലമായിട്ടുള്ളൊരു മുറിയാണ്. റൂമിൻ്റെ ഒരു വലിപ്പവും സൗകര്യങ്ങളൊക്കെ കണ്ടതോടെ പാപ്പനും വല്യമ്മയ്ക്കും മേമയ്ക്കും അമ്മയ്ക്കും പിന്നെ ദീപുവിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, ദീപുവിനും നല്ല സന്തോഷമായി. റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ നോക്കാനായിട്ട് കർട്ടൻ മാറ്റിയപ്പോഴാണ് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയത്. ഗംഭീരമായിട്ടുള്ളൊരു ലേക്ക് സൈഡ് വ്യൂ ആണ് ഈ റൂമിൻ്റെത്. ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആ കാണുന്ന കായലിലൂടെയുള്ള ബോട്ടിംഗ് ആണ്. ബോട്ടിങ്ങിനായിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. ബോട്ടിങ്ങിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ റിസപ്ഷനിൽ നിന്ന് വിളിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുവരെ കുറച്ച് നേരം ഞങ്ങൾ ലോബിയിലിരുന്നു. ബോട്ടിങ്ങിന് പോണതിന് മുമ്പ് ചെയർമാനൊന്ന് മീറ്റ് ചെയ്യണമെന്ന് ഞാൻ റിസപ്ഷനിൽ അറിയിച്ചു. ഉടനെ തന്നെ അദ്ദേഹം എത്തി. കൂടെ 3 പേര് കൂടി ഉണ്ടായിരുന്നു. ഈ ഹോട്ടലിൻ്റെ ഡയറക്ടർമാരായിട്ടുള്ള മാധവൻ സാർ, അരവിന്ദാക്ഷൻ സാർ, ജോൺ സാർ, പിന്നെ നമ്മുടെ ചെയർമാൻ തങ്കപ്പൻ സാർ. നമ്മൾ വീഡിയോ എടുക്കണതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും അവർ തരാമെന്ന് പറഞ്ഞു. എന്തായാലും അത് വലിയ ഭാഗ്യമായി. അവരൊക്കെ സന്തോഷമായിട്ട് മീറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ ബോട്ടിങ്ങിനായിട്ട് നടന്നു. ആദ്യമായിട്ടാണ് ഇതുപോലൊരു ബോട്ട് യാത്ര. ഏനമാവ് ലേക്ക് മുതൽ ചേറ്റുവ കായൽ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബോട്ട് യാത്ര. 23 പേർക്ക് പോകാൻ കഴിയുന്നൊരു ഹൗസ് ബോട്ട് ഇവിടെ ഉണ്ട്. അതാണ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ അതിപ്പോൾ ഓട്ടം പോയിരിക്കുകയാണ്. അതുകൊണ്ട് 47 പേർക്ക് പോകാൻ കഴിയുന്ന ഈ വലിയ ബോട്ടിലാണ് ഞങ്ങൾ പോണത്. ബോട്ടിൻ്റെ താഴത്തെ ഡക്കിലിരിക്കണേക്കാൾ എന്തുകൊണ്ടും നല്ലത് മേലെ ഇരിക്കണമെന്ന് ഇതിൻ്റെ അമരക്കാരൻ വർഗീസേട്ടൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപ്പർ ഡക്കിലേക്ക് മാറി. താഴെ ഇരിക്കണേക്കാൾ മനോഹരമായിട്ടുള്ള വ്യൂവും പിന്നെ നല്ല കാറ്റും ഒക്കെ ഇവിടെയാണ്. ഞങ്ങൾ ബോട്ടിലേക്ക് കയറി യാത്രയാവുന്നവരെ തങ്കപ്പ സാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളെപ്പോലുള്ള ചെറിയ ആൾക്കാരോട് ഇത്രയും ഉയർന്ന പൊസിഷനിലിരിക്കുന്ന അദ്ദേഹം കാണിക്കുന്നൊരു സ്നേഹം അത് എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ കനോലി കനാലിലൂടെ ഏനാമാവ് മുതൽ ചേറ്റു വരെ നീണ്ടു നിൽക്കുന്ന ഞങ്ങളുടെ ബോട്ട് യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. നല്ല കാറ്റുള്ള സമയമായതുകൊണ്ട് ദീപു ഭയങ്കര എൻജോയ്മെൻറ്റിലായിരുന്നു. നല്ല പ്രകൃതിദത്തമായ കാറ്റ്. ദീപു അതിങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. ദീപു മാത്രമല്ല, മേമയ്ക്കും ഏറെ സന്തോഷമുണ്ട്. നമ്മളിങ്ങനെ പരസ്പരം സ്നേഹിക്കുന്ന എല്ലാവരുമായിട്ട് ഇതുപോലെ കുടുംബസമേതം ഒരു ബോട്ടിലിങ്ങനെ യാത്ര ചെയ്യാന്ന് പറയണത് ഒരു സ്വർഗതുല്യമായൊരു അനുഭവമാണ് അല്ലേ. ഞങ്ങളുടെ ബോട്ട് ഓടിക്കുന്ന വർഗീസേട്ടൻ നല്ലൊരു ഗൈഡ് കൂടിയാണ്. അദ്ദേഹം ഈ കനോലി കനാലിൻ്റെ ചരിത്രമൊക്കെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. ഇതൊരു മനുഷ്യനിർമ്മിത കനാലാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. 1848 അന്നത്തെ മലബാർ കളക്ടറായിരുന്ന ഹെൻറി കനോലിയുടെ ഉത്തരവ് പ്രകാരമാണ് ഈ കനാൽ നിർമ്മിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഈ കനാലിന് കനോലി കനാൽ എന്ന പേര് വന്നതും. നമ്മളിങ്ങനെ ഫാമിലി ആയിട്ട് ഉല്ലസിക്കുന്നതിൻ്റെ ഒപ്പം ഈ ചരിത്രം കൂടി അറിയാമെന്ന് പറയണത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. പണ്ട് കാലത്ത് കൊച്ചി മുതൽ കോഴിക്കോട് വരെയുള്ള ചരക്ക് നീക്കത്തിൻ്റെ പ്രധാന ജലപാതയായിരുന്നത്. അന്നത്തെ പ്രധാനപ്പെട്ട തീരദേശ പട്ടണങ്ങളായ പൊന്നാനിയും ചാവക്കാടും കണ്ടശാങ്കടവും ഒക്കെ വികസിച്ചത്
ഈ കനോലി കനാലിലൂടെയുള്ള ചരക്ക് കച്ചവടങ്ങളിലൂടെയാണ്. അക്കാലത്ത് കെട്ടുവള്ളങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വെളിച്ചെണ്ണയും ചകിരിയും ഒക്കെ കച്ചവടത്തിനായിട്ട് കൊച്ചിയിലേക്കും കോഴിക്കോടൊക്കെ കൊണ്ടുപോയിരുന്നത്. ഇന്നിപ്പോൾ ആ കെട്ടുവള്ളങ്ങളുടെ മോഡിഫൈഡ് ഫോമാണല്ലോ ഹൗസ് ബോട്ടുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ യാത്ര ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ ആലപ്പുഴനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിലും തൃശ്ശൂർ ജില്ലയിൽ ഇതുപോലെ ബാക്ക് വാട്ടേഴ്സും അതിലൂടെ ഇതുപോലൊരു ജലപാതയും മനോഹരമായ ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്നുള്ളത് അധികം പേർക്ക് അറിയുമെന്ന് എനിക്കിപ്പോഴും സംശയമാണ്. ഈ കനോലി കനാലിൻ്റെ തീരത്ത് താമസിച്ചിട്ടും ഈ ചരിത്രമൊക്കെ വർഗീസേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ അറിയണത്. ശരിക്കും ഇതുപോലുള്ള ഗൈഡുമാരൊക്കെ ഉള്ളൊരു ബോട്ടാണെങ്കിൽ വളരെ നല്ലതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവരിൽ നിന്ന് അറിയാൻ പറ്റും. ഞങ്ങളുടെ ബോട്ട് ഇപ്പോൾ പുളിക്കക്കടവ് പാലത്തിൻ്റെ അവിടേക്ക് എത്താറായി. തൃശ്ശൂർ ജില്ലയിലെ ഏങ്ങണ്ടൂർ അഞ്ചാങ്കല്ലും പിന്നെ പാടൂരും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഈ പുളിക്കക്കടവ് പാലം. മലബാറും തിരുവിതാംകൂറായിട്ട് 2 രാജ്യങ്ങളായിരുന്നു അത്ര പണ്ട് കാലത്ത് ഈ പാടൂരും അഞ്ചാങ്കല്ലൊക്കെ. ഒരു കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ വേണ്ടി പോലും ചുങ്കം ഏർപ്പെടുത്തിയിരുന്ന 2 രാജ്യങ്ങൾ. ഇന്നിപ്പോൾ കേൾക്കുമ്പോഴും ആലോചിക്കുമ്പോഴും ശരിക്കും അതിശയം തോന്നാം അല്ലേ? വർഗീസേട്ടൻ പറയണത് ഇത് കൊച്ചി വരെ മാത്രമല്ല കൊല്ലം വരെ ഇത് കണക്റ്റഡ് ആയിരുന്നു എന്നുള്ള രീതിയിലാണ്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ വർഗീസേട്ടൻ പറഞ്ഞ് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ചരിത്രവും പ്രകൃതി ഭംഗിയും കാറ്റൊക്കെ ആസ്വദിക്കേണ്ട ഇടയിൽ ചായ വന്നാൽ പിന്നെ എന്ത് ചരിത്രം? എല്ലാവരും ചായമേലേക്കായി ശ്രദ്ധ. ചായയും കാപ്പിയും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം 2 ടൈപ്പ് സ്നാക്സും ഇവർ തന്നു. അമ്മ ചായ ഒഴിക്കണ തിരക്കാണെങ്കിൽ പാപ്പൻ സ്നാക്സ് എന്താണെന്ന് നോക്കിയിരുന്നു. പനീറിൻ്റെ കബാബും പിന്നെ ഒനിയൻ പക്കോടയായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം തന്നെ 2-3 ഒനിയൻ പക്കോട എടുത്ത് വല്യമ്മയ്ക്ക്, അതായത് എൻ്റെ അമ്മിഞ്ഞയ്ക്ക് കൊടുത്തു. അതോടെ അമ്മിഞ്ഞ സെറ്റിലായി. സ്നാക്സ് മുക്കി കഴിക്കാനായിട്ട് ടൊമാറ്റോ സോസും പിന്നെ ഒരു ഗ്രീൻ ചട്നി ഉണ്ടായിരുന്നു. സോസ് കണ്ട ദീപന് പ്രാന്താണെന്നറിയാലോ, അതുകൊണ്ട് ഒരു പക്കോട എടുത്ത് സോസിൽ മുക്കി കഴിച്ചു. ആൾക്ക് നല്ല ഇഷ്ടമായിട്ടാ. പക്ഷേ ശരിക്കുള്ള താരം ഈ പനീർ കബാബായിരുന്നു, അതും ആ ഗ്രീൻ ചട്നി. അത് രണ്ടും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല അടിപൊളി ചട്നിയായിരുന്നു. എല്ലാവരും ഒത്തൊരുമയോടെ ഉത്സാഹത്തോട് പ്രവർത്തിച്ചുകൊണ്ട് 2 മിനിറ്റ് കൊണ്ട് ചായ കൂടി അങ്ങോട്ട് അവസാനിച്ചു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹൗസ് ബോട്ട്. ഇതിൽ പോകാനായിരുന്നു ശരിക്കും പ്ലാൻ. ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പാണ് ഇവർ ഈ ബോട്ടും കൊണ്ട് യാത്ര പോയത്. അതുകൊണ്ട് ഞങ്ങൾക്കത് മിസ്സായി. ഇപ്പോൾ നമ്മുടെ ബോട്ട് ചേറ്റു എത്തി. ഈ കാണുന്നതാണ് രാജ ഐലൻഡ്. പണ്ട് എൻ്റെ പാപ്പനും വലിച്ചനൊക്കെ കാജ ബീഡി വലിച്ചിരുന്നു. ആ കാജ ഗ്രൂപ്പിൻ്റെതാണ് ഈ രാജ ഐലൻഡ്. 20 ഏക്കറിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു ആയുർവേദിക് റിസോർട്ടാണ് രാജ ഐലൻഡ്. വർഗീസേട്ടൻ പറയായിരുന്നേ, ഈ കാണുന്ന ബിൽഡിങ് വെള്ളത്തിൽ കേടായി കിടന്നിരുന്ന ഒരു ബോട്ട് എടുത്തിട്ട് സെറ്റാക്കി എടുത്താണെന്ന്. ചേറ്റുവയിൽ ഒരുപാട് കണ്ടൽ കാടുകളുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോകാമെന്ന് പറയുമ്പോൾ ചെറിയ ബോട്ടിനെ സാധിക്കുള്ളൂ. ഇതിപ്പോൾ ദൂരെ നിന്ന് നമുക്കിങ്ങനെ കാണാം. ഇതാണ് ചേറ്റുവ പാലം. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ബോട്ട് ഇവിടെ നിന്ന് തിരിക്കുകയാണ്. പാലം കടന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ അഴിമുഖമാണ്. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കടലിലേക്കും പോകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായിട്ട് പാലം വികസിപ്പിക്കണ്ടേ, അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വലിയ ബോട്ടുകൾക്കൊന്നും അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. ഈ ഒരു ബോട്ട് യാത്രയിൽ ചരിത്രത്തോടൊപ്പം ഒരുപാട് നല്ല നല്ല കാഴ്ചകളും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഏകദേശം 2 മണിക്കൂറാണ് ഈ ബോട്ട് യാത്രയുടെ ദൈർഘ്യം. എല്ലാ പ്രശ്നങ്ങളും ടെൻഷനൊക്കെ മാറ്റിവെച്ച് ഫാമിലിയോടൊപ്പം മനോഹരമായ കുറച്ച് നിമിഷങ്ങൾ. തിരിച്ചു വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പുളിക്കക്കടവ് പാലില്ലേ, അത് കഴിഞ്ഞതോടെ ഞങ്ങളെല്ലാവരും താഴേക്ക് ഇറങ്ങി. മൊത്തം 5 അമ്മമാരുണ്ടല്ലോ, എല്ലാവരെയും കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് പറ്റിയില്ല. ഇറങ്ങാൻ നേരത്താണ് എൻ്റെ പാപ്പന് ഈ സേഫ്റ്റീനെ കുറിച്ച് ഓർമ്മ വന്നത് കേട്ടോ. ബോട്ട് യാത്ര കഴിഞ്ഞപ്പോൾ പാപ്പനും മേമയും പോവുകയാണെന്ന് പറഞ്ഞു. സത്യത്തിൽ അവരും കൂടി ഇവിടെ നിന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അവർ പോയപ്പോൾ മനസ്സിനെന്തോ ഒരു വല്ലാത്തൊരു വിഷമം. പാപ്പനെയും മേമനെ യാത്രയ്ക്കിന് ശേഷം ഞാൻ നേരെ റൂമിലേക്ക് പോന്നു.
കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ നമ്മൾ ബോട്ട് യാത്രയ്ക്കുള്ള തിരക്കിലായതുകൊണ്ട് കാര്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒരു 5 സ്റ്റാർ ഹോട്ടലാവുമ്പോൾ അവിടുത്തെ സൗകര്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ദീപുവിന് ഏറ്റവും ഇഷ്ടമായത് ഈ കറങ്ങണ കസേരയാണ്. അവളത് കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതാണ് അവളുടെ സ്വഭാവം. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമായത് ഈ സോഫ ചെയറാണ്. ഇതിലിരുന്നാൽ നമ്മൾ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവും. പിന്നെ ആ കർട്ടനൊന്നും മാറ്റലോ, നല്ല കിടിലം വ്യൂവും. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ റീഡിങ് ലാമ്പാണ്. ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടാൽ മതി ദീപുവിന്, പിന്നെ അതിങ്ങനെ ഞെക്കി കളിച്ചുകൊണ്ടിരിക്കും. ഇനി എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ പേനയും പെൻസിലും ഉണ്ട്, കുടിക്കാനുള്ള വെള്ളമുണ്ട്, ചായയും കാപ്പി ഉണ്ടാക്കാനെന്ന് വെച്ചാൽ അതിനുള്ള പഞ്ചസാരയും തേയിലയും കെറ്റിലും എല്ലാം ഉണ്ട്, ഇസ്തിരിപ്പെട്ടിയും തേക്കാനുള്ള ബോർഡും ലോക്കറും, അങ്ങനെ എന്തിനു പറയണു ലോണ്ടറി ബാഗും ചെരുപ്പും വരെയുണ്ട്. ഫുഡിൻ്റെ മെനു തപ്പണേൻ്റെ ഇടയ്ക്ക് ഈ ഒരു സ്പാട മെനു കണ്ടത്. ഇവിടെ പഞ്ചകർമ്മ മുതൽ പല രീതിയിലുള്ള മസാജുകളും ഉണ്ട് കേട്ടോ. ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ടേ വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് തരാമെന്ന് റിസപ്ഷനിൽ നിന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. മഴ ഇപ്പോൾ മാറി നിൽക്കണോണ്ട് വലിയ തണുപ്പൊന്നുമില്ല, എന്നാലും ഇതൊക്കെ ഒരു രസമല്ലേ. നമ്മളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയി യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണല്ലോ. ഞങ്ങളങ്ങനെ ആസ്വദിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മഴ പെയ്തു. മഴ പെയ്തതും ഞങ്ങളെക്കാൾ വേഗത്തിൽ ഓടിയത് വല്യമ്മയായിരുന്നു. എന്തായാലും ഞങ്ങൾ ഓടിക്കേറി ഡയറക്ഷൻ തെറ്റില്ല, നേരെ എത്തിയത് റെസ്റ്റോറൻറ്റിലേക്ക് തന്നെയായിരുന്നു. മെനു കൈ കിട്ടിയതും ഈ പരുന്ത് കോഴിക്കുഞ്ഞുങ്ങൾ റാഞ്ചാനൊരു നോട്ടം നോക്കില്ല, ഏതാണ്ട് അതുപോലത്തെ ഒരു നോട്ടായിരുന്നു ദീപുൻ്റെ. ആദ്യം തന്നെ ഒരു സൂപ്പ് പറഞ്ഞു. ഹോട്ട് ആൻഡ് സോർ സൂപ്പാണ് പറഞ്ഞത്. വല്യമ്മയ്ക്ക് എരു തീരെ പറ്റില്ല. എരുണ്ടെന്ന് കണ്ടോടുകൂടി സൂപ്പ് വല്യമ്മ അമ്മയ്ക്കാണ് കൊടുത്തു. അമ്മയ്ക്ക് കുരുമുളകിൻ്റെ എരു നല്ല ഇഷ്ടമാണ്. കല്യാണത്തിന് മുമ്പ് ദീപു ഒട്ടും എരു കൂട്ടുമായിരുന്നില്ല. എന്നാൽ എൻ്റെ കൂടെ കൂടിയ ശേഷം പിന്നെ അതൊക്കെ മാറി. ഞാൻ ഇതുവരെ കഴിച്ചിട്ടാൽ ഏറ്റവും ഹോട്ടായിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള സൂപ്പാണിത്. എരിവെന്ന് പറഞ്ഞാൽ വെറുതെ പറയലട്ടാ, നല്ല ഒടുക്കത്തെ എരിവുണ്ട്. ഇവിടുത്തെ അടുക്കളയിലെ എല്ലാ മിളകും ഇതിൽ അരച്ച് കലക്കിണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്നാലോ നല്ല ടേസ്റ്റും ഉണ്ട്. ദീപുവിൻ്റെ എരുതീറ്റ കണ്ടിട്ടേ വല്യമ്മ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ആരെങ്കിലും ചിരിക്കണണ്ട പിന്നെ ദീപുവിനും ചിരി വരും. അങ്ങനെ എരിവും ചിരിയും സൂപ്പ് കൂടിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴേക്കും ഫുഡ് എത്തി. എന്തൊക്കെ കഴിക്കാൻ പറഞ്ഞില്ലെന്ന് വെച്ചാൽ 6 ഫുൽക്ക പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു വെജ് ഫ്രൈഡ് റൈസും പനീർ ബട്ടർ മസാലയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കും ദീപുവിനും മിക്സഡ് ഫ്രൈഡ് റൈസാണ് പറഞ്ഞത്, ഒപ്പം ചില്ലി ചിക്കനും പിന്നെ ഒരു ഫിഷ് പൊള്ളിച്ചതുണ്ട്. അതിനൊക്കെ മുമ്പ് സ്റ്റാർട്ടറായിട്ട് ഒരു മഷ്റൂം ഫ്രൈ പറഞ്ഞിട്ടുണ്ട്. കാണുമ്പോൾ ഒരു ബീഫ് ഫ്രൈയുടെ ചായയൊക്കെ തോന്നെങ്കിലും സംഗതി മഷ്റൂമാണ്. ഈ ഒരു മഷ്റൂം ഫ്രൈ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല കിടിലൻ ടേസ്റ്റ്. മഷ്റൂമൊക്കെ നല്ല സോഫ്റ്റായിട്ട് പൂ പോലെ വെന്തുണ്ട്. വളരെ ഈസി ആയിട്ട് ഒരു സങ്കോചം കൂടാണ്ട് ഇങ്ങനെ പെറുക്കി തിന്നാം. അപ്പോഴേക്കും വല്യമ്മ പറഞ്ഞു വല്യമ്മയ്ക്ക് ഒരു ചപ്പാത്തി വേണമെന്ന്. അങ്ങനെ വല്യമ്മയ്ക്കും അമ്മയ്ക്കും ഓരോ ഫുൽക്ക, അതിൻ്റെ കൂടെ കുറച്ച് പനീർ ബട്ടർ മസാലയും കൂട്ടി അവരങ്ങോട്ട് കഴിച്ചു. അമ്മയുടെയും വല്യമ്മയുടെയും ഏറ്റവും ഫേവറേറ്റ് കറി എന്ന് പറഞ്ഞാൽ അത് ഈ പനീർ ബട്ടർ മസാലയാണ്. ഇവിടുത്തെ പനീർ ബട്ടർ മസാല വളരെ നന്നായിട്ട് ഇട്ടാ, രണ്ടാൾക്കും നന്നായിട്ട് ഇഷ്ടമായി. അമ്മയുടെ വല്യമ്മയുടെ കാര്യം അവർ നോക്കിക്കോളും. എന്നാൽ പിന്നെ ഞങ്ങൾ ആ നെയ്മീൻ പൊള്ളിച്ചതിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം വലിയൊരു പീസാണ് അവർ തന്നിട്ടുള്ളത്. വാഴലയുടെ പൊതി തുറക്കുമ്പോഴേക്കും ദീപു ഒരു പീസ് അങ്ങോട്ട് റാഞ്ചി കൊണ്ടുപോയി. അവളുടെ എക്സ്പ്രഷൻ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ സംഗതി ഉഷാറായിട്ടുണ്ടെന്ന്. ഒരു പീസ് ഞാനും അങ്ങോട്ട് എടുത്തു. ഈ മീൻ പൊള്ളിച്ചതിൻ്റെ കൂടെ പൊറോട്ടയാണ് ചപ്പാത്തിനേക്കാൾ നല്ല കോമ്പിനേഷൻ. അതുകൊണ്ട് ഞാനൊരു 3 പൊറോട്ട അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് ആ പൊറോട്ട അങ്ങോട്ട് വിരിച്ച് കെടുത്തിയിട്ട് ഒരു മുട്ടൻ പീസ് നെയ്മീനും മസാലയും എല്ലാം പൊറോട്ടയുടെ മേലെ വെച്ചു. എന്നിട്ട് ആ പൊറോട്ടയിൽ നിന്ന് ഒരു പീസ് അങ്ങോട്ട് പൊട്ടിച്ച് ഒരു വലിയ നെയ്മീൻ കഷ്ണം കൂടി വെച്ചിട്ട് ചുരുട്ടി അങ്ങോട്ട് കഴിച്ചു. നല്ല ഫ്രഷ് നെയ്മീനായിരുന്നു. അതിൻ്റെ മസാലയാണെങ്കിലും എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. നല്ല സ്പൈസി ഒക്കെ ആയിട്ടുള്ള കിട്ടില്ല മസാല, ഒപ്പം ആ ഫിഷിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് അടിപൊളി. അങ്ങനെ ഞാനും ദീപയും ഫിഷ് പൊള്ളിച്ചതും പൊറോട്ട കഴിക്കുമ്പോഴേക്കും അമ്മയും അമ്മിനെയും ചപ്പാത്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഫ്രൈഡ് റൈസിലേക്ക് കടന്നു. എൻ്റെ കയ്യിൽ 1/2 പൊറോട്ട ബാക്കിയിട്ടായിരുന്നു കേട്ടോ. അതിലേക്ക് 2-3 പച്ചമുളകും പിന്നെ ഒരു മീൻ കഷ്ണവും കൂടി വെച്ച് എന്നിട്ടെല്ലാം കൂടി ഒരു റോള് പോലെ ഇങ്ങോട്ടാക്കി. ഇടയ്ക്ക് ഇങ്ങനത്തെ കൊച്ചു കൊച്ചു പരീക്ഷണങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഫിഷ് പൊറോട്ട റോൾ എന്നുള്ള ഈ പരീക്ഷണം വൻ വിജയമായിരുന്നു. ഇനി അടുത്തത് ഈ പച്ചമുളക് എടുത്തിട്ട് വെറ്റിലയിൽ തേക്കുന്ന മാതിരി കുറച്ച് മസാല തേച്ച് പിടിപ്പിച്ച് അങ്ങോട്ട് മടക്കുക. എന്നിട്ട് ആ വാഴയിലുള്ള മസാല കളയാതെ ഇതിൻ്റെ മേലേക്ക് അങ്ങോട്ട് പുരട്ടിയെടുക്കുക. എന്നിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കിയേ, അടിപൊളിയായിരിക്കും. അങ്ങനെ ക്ലീനായിട്ട് ആ നെയ്മീൻ പൊള്ളിച്ചത് അങ്ങോട്ട് തീർത്തു എന്ന് പറയാം. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ വെട്ടിപ്പായിട്ട് വേണം തീർക്കാൻ, ഒന്നും ബാക്കി വെക്കരുത്. എന്നിട്ടേ അടുത്തതിലേക്ക് കടക്കാൻ പാടുള്ളൂ. അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലി ചിക്കനാണ്. അയ്യോ സോറി ഇട്ടാ, കുറച്ച് പനീർ ബട്ടർ മസാല ബാക്കി ഉണ്ടായിരുന്നേ,
അപ്പോൾ ഞാൻ ഒരു ചപ്പാത്തി വെറ്റിലയും കൂടി എടുത്തിട്ട് അതിലേക്ക് പനീർ ബട്ടർ മസാല ചേർത്ത് നേരത്തെ പോലെ ഒന്നും കൂടി അങ്ങോട്ട് മടക്കി തയ്യാറാക്കി. ഇങ്ങനെ മടക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ സമയം ഒട്ടും വേസ്റ്റ് ആവില്ല, പെട്ടെന്ന് തന്നെ പരിപാടി അങ്ങോട്ട് തീരും. അല്ലെങ്കിൽ ഇങ്ങനെ പിച്ചി കഴിച്ച് എന്തോരം സമയം നമ്മുടെ വേസ്റ്റ് ആവാ അല്ലേ. എൻ്റെ പരീക്ഷണങ്ങളുടെ ഇടയിൽ ദീപ് ഇവിടെ ഫ്രൈഡ് റൈസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എന്നാൽ പിന്നെ എൻ്റെ പാത്രത്തിലേക്കും കുറച്ച് വിളമ്പിക്കോളാൻ പറഞ്ഞു. ഞങ്ങളുടെ ഈ ഫുഡ് അടി കഴിഞ്ഞതിനിടയിൽ അമ്മയുടെ വലിയമ്മയുടെ ഫുഡ് അടി കഴിഞ്ഞ് അവർ കൈ കഴുകാൻ പോയി. നെയ്മീനും പൊറോട്ടയൊക്കെ കഴിഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ ചില്ലി ചിക്കൻ കഴിക്കാൻ വലിയ മൂടില്ല. എന്നാലും പിന്നെ ഓർഡർ ചെയ്തല്ലേ, നമ്മൾ കഴിക്കാണ്ടിരിക്കുന്ന മോശമല്ലെന്ന് വെച്ചിട്ടാണ് കഴിക്കണേ. കഴിച്ചങ്ങോട്ട് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് പിടിച്ചതിലും വലുതാണ് മാളത്തില്ലെന്ന്. നൈസായിട്ട് ഒരു സ്മോക്ക്ഡ് ഫ്ലേവറൊക്കെ ഉള്ള ചില്ലി ചിക്കൻ. ഓ അടിപൊളി, വേറെ ലെവല് സാധനം. ഇന്ന് കഴിച്ച എല്ലാ ഐറ്റംസും ഒന്നിനൊന്ന് മെച്ചെന്ന് പറയാം. എല്ലാം അടിപൊളി. അങ്ങനെ ദീപ ചില്ലി ചിക്കൻ അടിപൊളി, ഇതുവരെ കഴിച്ചില്ലല്ലേ, ഏറ്റവും ടോപ്പല്ലേ ഇല്ലേ, അടിപൊളി റൈസ് സൂപ്പറായിട്ടുണ്ടല്ലേ. എല്ലാത്തിനൊടുവിൽ ദീപുവിനൊരു ചോക്ലേറ്റ് ഷേക്കും ഞങ്ങൾക്ക് 3 പേർക്ക് ഓരോ ഫ്രഷ് ലൈമും പറഞ്ഞു. നമ്മളിങ്ങനെ ഹെവി ആയിട്ട് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇടയ്ക്കൊരു ഫ്രഷ് ലൈമൊക്കെ കുടിച്ചാലേ ദഹിക്കുള്ളൂ അല്ലേ. ദഹനത്തിന് വളരെ നല്ലതാണ്. ഇത്തിരി ഹെവി ആയിട്ട് ഫുഡ് അടിച്ചാൽ ഇത്തിരി ഇതാണ്ട് കുടിച്ചാൽ ഓക്കെ. ലൈമിന് മധുരം കുറവ് മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദീപുവിൻ്റെ വിചാരം ഷെയ്ക്കിലും അവർ മധുരം കുറച്ച് കിട്ടുന്ന ഇങ്ങനെ ഒരു പൊട്ടിക്കാളി. ചോക്ലേറ്റ് അല്ലേ, കയ്പുണ്ടാവും ചെറിയ. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, നല്ല മധുരമുണ്ട്. ഇതാണോ ഈ മധുരം ചേർന്ന്? ഇനിയും ആ ഷേക്ക് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ദീപു വയലൻ്റ് ആവും. അതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ ഉണ്ട് ഒരാൾ തണുപ്പ് കാരണം തലയെ കൂടെ മൂടി പൊതിച്ചിരിക്കുക. ദീപു വല്യമ്മനെ എന്താ പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു, വല്യമ്മ അത് കേട്ട് ചിരിക്കാനും. അങ്ങനെ ഞങ്ങളുടെ ഷേക്ക് കൂടി ഫുഡ് അടിക്കുക കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോന്നു. ഓൺ ദ വേല് ഞാൻ അമ്മോടും ദീപുനോടും ചോദിച്ചേ റൂം ഏതാണെന്ന് അറിയുമെന്ന്. ഇത്തിരി വളവും തിരിവൊക്കെ ഉണ്ടെങ്കിലും രണ്ടുപേരും കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു ഞങ്ങൾക്കറിയാമെന്ന്. എന്നാൽ പിന്നെ അത് കാണട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഇപ്പോൾ അമ്മയാണ് ഞങ്ങളെ റൂമിലേക്ക് വഴി കാട്ടണം കേട്ടാ. ദീപ എവിടെയുണ്ട്? ദീപ അവിടെ അല്ലേ? തെറ്റി, ഇവിടെയാണ്. ഇവിടെ ഏറോ മാർക്കറ്റ് ഉണ്ട്. എന്നാ ശരി, ഇനി ഇവിടെ നിന്ന് എങ്ങനെ പോകും പറയും. ഏതാ റൂം? ഏതാണ്ട് റൂം? തുറന്നോ, ഈ കാർഡ് ഉപയോഗിച്ച് തുറക്കട്ടെ. ആ AC ഇട്ടിട്ടേ ഇല്ല, പിന്നെ എങ്ങനെ ഓഫ് ചെയ്യാ? ഞങ്ങളുടെ റൂം തൊട്ടപ്പുറത്ത് 6 കഴിഞ്ഞ 7. അപ്പോൾ നല്ലൊരു ബോട്ട് യാത്രയും അടിപൊളി ഡിന്നറൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിച്ചു. ഇനി നാളത്തെ ആക്ടിവിറ്റീസിനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. കറങ്ങണ കസേരയോടുകൂടി ദീപു കറക്കം തുടങ്ങിയിട്ടാ. എന്തായാലും കുറച്ച് നേരം ദീപുവിൻ്റെ കറക്കം കണ്ട് ഞാനും ഇരുന്നു. ബ്ലൂ സെറൈൻ എന്ന പേര് പോലെ തന്നെ വളരെ ശാന്തവും സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷവും ദിവസമായിരുന്നു ഇന്ന്. ഇനിയുണ്ട് ഇവിടുത്തെ വിശേഷങ്ങൾ. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.